ഇക്കൊല്ലത്തെ ഫ്ലവർ ഫെസ്റ്റിവൽ കുറം നാച്ചുറൽ പാർക്കിൽ നടക്കുന്നുണ്ടായിരുന്നു. മൊത്തം 7 സ്ഥലങ്ങളിലായിട്ടാണ് മസ്കറ്റ് നൈറ്റ് നടക്കുന്നത്. അപ്പോൾ നമ്മളൊരു 3:30-4 മണിയോട് കൂടിയിട്ട് അവിടെ എത്തിയിട്ടാണ്. പല ഷേപ്പിൽ പൂക്കൾ അലങ്കരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം നടന്ന് കാണാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്ലവേഴ്സിൻ്റെ ഭംഗി അറിയണം, അതുപോലെ ഫോട്ടോ എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സമയത്ത് വരണം കേട്ടോ, ലേറ്റുള്ള സമയത്ത്. നമ്മൾ കയറി ചെന്നപ്പോൾ തന്നെ നല്ല അറേഞ്ച്ഡ് ആയിട്ടാണ് പൂക്കളൊക്കെ വെച്ചിരുന്നത്. കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് തോന്നിയത് ഒറിജിനൽ മാത്രമല്ല, ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അവർക്ക് എടുത്ത ഫോട്ടോസൊക്കെ ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പല ആകൃതിയിലും പല ഷേപ്പിലൊക്കെ ആയിട്ട് പൂക്കൾ വെച്ചിരുന്നു. അപ്പം തന്നെ ഫോട്ടോ എടുക്കാനും ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ഞങ്ങൾ കയറിയത് ഗ്ലോബൽ വില്ലേജിലേക്കായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ ഉള്ളിൽ ഒരുവിധം എല്ലാ രാജ്യക്കാരുടെയും ഫുഡ്, ഡ്രസ്സ്, അവരുടെ കൾച്ചറുമായി ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാത്തിലൊന്നും കയറാൻ പറ്റിയില്ല, എന്നാലും 1-2 കയറി നോക്കിയിട്ടാണ്. വലിയ വിശാലമായിട്ടുള്ള രീതിയിലുള്ള ഫുഡ് കോർട്ടുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഭക്ഷണം കഴിക്കാൻ, ഇരുന്ന് കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ഒരു 5 മണിക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും ലൈറ്റുകളൊക്കെ പതിയെ ഇട്ട് തുടങ്ങി. അപ്പം കാണാനും നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നൈറ്റ് ആയപ്പോഴേക്കും പതിയെ ഷോകളൊക്കെ ആരംഭിച്ചു തുടങ്ങി, നൈറ്റ് ഷോകൾ. അതുപോലെ തന്നെ ഒരാൾ ബബിൾസ് വെച്ചിട്ട് ബബിൾസ് ആർട്ട് ഷോ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് സുന്ദരിയായിട്ടുള്ളൊരു ചേച്ചിയുടെ വളയത്തിൻ്റെ ഉള്ളിലുള്ളൊരു ഡാൻസ് ഉണ്ടായിരുന്നു. അത് കുറേ നേരം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുട്ടികൾക്കും വലിയവർക്കും പറ്റിയിട്ടുള്ള റൈഡുകൾ, കുറേ റൈഡുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നടന്ന് കാണാൻ തന്നെ കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു കാണാനായിട്ട്. അത് കഴിഞ്ഞൊരു 8 മണിക്കായപ്പോഴത്തേക്ക് ലേസർ ഷോ തുടങ്ങി. അത് കുറച്ച് നേരം ഉണ്ടായിരുന്നു, 10-15 മിനിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ലേസർ ഷോ, ഡ്രോൺ ഷോ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടതിന് ശേഷമാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. ആദ്യമായിട്ട് കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ മസ്കറ്റ് ഫെസ്റ്റിവൽ.